കുഞ്ഞിച്ചോ മിനസ നാനോ മിഷിൻ്റെ എപ്പിസോഡ് 13 മലയാളം മാൻഹോ എക്സ്പ്ലനേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, വെറും 12 എപ്പിസോഡ് കൊണ്ട് തന്നെ നാനോ മിഷിൻ നിങ്ങളുടെ എല്ലാവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സീരീസ് ആയി മാറി എന്നെനിക്ക് മനസ്സിലായി. പക്ഷേ ട്രസ്റ്റ് മീ ഗൈസ്, ഈ സീരീസ് ഗ്രാജുവലി ഇനിയും ബെറ്റർ ആകും. ഏകദേശം 300ഓളം ചാപ്റ്റേഴ്സാണ് ഇതുവരെ നാനോ മിഷിൻ്റെ അകത്ത് റിലീസായിട്ടുള്ളത്. ഇപ്പോഴും റിലീസായി കൊണ്ടിരിക്കുന്ന ഒരു സീരീസ് തന്നെയാണ്. സോ ഇത് ലോങ് ആയുള്ള ഒരു ജേണി തന്നെയായിരിക്കും. പക്ഷേ ട്രസ്റ്റ് മീ, ഇത് കംപ്ലീറ്റ്ലി വേർത്തായിരിക്കും. സോ എല്ലാ ദിവസവും കൃത്യമായി തന്നെ നമ്മുടെ വീഡിയോസ് വന്ന് കാണാൻ മറക്കേണ്ട കാര്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും നാനോ മിഷിൻ എൻജോയ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ പേജ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യാനും ഈ വീഡിയോക്ക് ഒരു 1000 ലൈക്ക് ഞാൻ വീണ്ടും ടാർജറ്റ് ആയിട്ട് വെക്കുന്നുണ്ട്. സോ ഒരു 1000 ലൈക്സ് മാക്സിമം തരാനും നിങ്ങൾ നോക്കണം. സോ നമുക്ക് നേരം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങുന്ന നേരത്ത് ഗ്രൂപ്പ് 6ന്റെ ലീഡറായിട്ട് ഗ്രൂപ്പ് 7ന്റെ ശരീരത്തിലേക്ക് ആ ഒരു വാള് കുത്തി ഇറക്കിയിരുന്നുണ്ട്. അവനത് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല. ചോര എന്നൊക്കെ നന്നായിട്ട് ഛർദ്ദിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് നോക്കി നിൽക്കുവാണ്, മുന്നിലേക്ക് പോകുന്നു ഗ്രൂപ്പ് 6ന്റെ ലീഡർ പറയും. അവന്മാരെല്ലാവരും കൂടെ ഫ്രണ്ടിലേക്ക് റഷ് ചെയ്തുകൊണ്ട് ചെല്ലുകയും ചെയ്യും. ഈ ഒരു കാര്യം അവന്മാരെ നന്നായിട്ട് തന്നെ തളർത്തിന്ന് ഗ്രൂപ്പ് 7ന്. കോപ്പ് നമ്മൾ ബാക്കിലേക്ക് പോകുകയാണല്ല, എന്ത് ചെയ്യുന്നു നോക്കാൻ നേരത്ത് അവരുടെ ലീഡറിനെയാണ് അവർ കാണുന്നത്. അവരുടെ ലീഡറിനെ കൂടെ കണ്ടപ്പോൾ അവരുടെ എല്ലാ കോൺഫിഡൻസും പതുക്കെ താഴത്തേക്ക് പോയി. ഇത് നമ്മുടെ ചാൻസ് ആണ്, ഇനി ചാൻസ് കിട്ടിയെന്ന് വരത്തില്ല. അവരെല്ലാവരും ഡിഫീറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് അവിടെ ഒരു വലിയൊരു ബാറ്റിൽ തന്നെ നടക്കുന്നുണ്ട്. കണ്ടിരുന്ന ഹോമും എല്ലാവരും ഞെട്ടിത്തെറിച്ചു പോയി. ഈ സമയത്ത് തന്നെ ബാക്കിയുള്ളവർ കണ്ട കാഴ്ച എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ടെറിഫൈങ് ആയിട്ടുള്ള ഗ്രൂപ്പ് 6ന്റെ ആ ഒരു ലീഡറിനെയാണ്. അവൻ കംപ്ലീറ്റ്ലി ഒരു മോൺസ്റ്റർ തന്നെയായിരുന്നു. എന്നിട്ട് അവൻ പറയുകയും ചെയ്യും, അടുത്തത് അത് നീയാണ് ഇയോൺ ജിയോൺ. അതെന്തായാലും കൊള്ളാം, ഞാൻ അത്യാവശ്യം നല്ലൊരു എനിമിയെ തന്നെയാണ് ഇത്തവണ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ റൗണ്ട് 3 കഴിഞ്ഞിട്ടുണ്ട്. ഗ്രൂപ്പ് 6 വേഴ്സസ് ഗ്രൂപ്പ് 7ൻ്റെ അത് ഗ്രൂപ്പ് 6 ആണ് ജയിച്ചിട്ടുള്ളത്. പിന്നെ കാണിക്കുന്നത് അക്കാഡമിയുടെ ആ ഒരു മെയിൻ ഹാളാണ്. അവിടെ എല്ലാവരും ഇരിപ്പുണ്ടായിരുന്നു. അത് ഡെപ്യൂട്ടി ഓഫീസായിരുന്നു. സാർ, ഇത് ഗ്രൂപ്പ് 5ൽ നിന്ന് തോറ്റ എല്ലാ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ആണ്. ഇതിൻ്റെ അകത്ത് നന്നായിട്ട് തന്നെ അവിടെ സ്കോറും ഇവാലുവേഷനും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത്തവണത്തെ റൗണ്ടിൽ കുറേ അധികം പിള്ളേർ തോറ്റിട്ടുണ്ടല്ലേ സാർ? താങ്കൾ പറയുന്നത് ഹയർ റാങ്ക് സെറ്റിലുള്ളവരെ പറ്റിയാണോ? ഒരു ആവറേജ് വാരിയേഴ്സ് ആക്കാൻ നോക്കിയിട്ട് പോലും അവരെ കൊണ്ട് സാധിക്കുന്നില്ല. ഞാൻ അവരുടെ അവസ്ഥയിലാണെങ്കിലും ഞാൻ ശരിക്കും ഡിസപ്പോയിന്റഡ് ആയെന്നോ. അതേപോലെ ഇതൊരു ഗ്രൂപ്പ് എക്സാമിനേഷൻ അല്ലായിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ പേരും എനിക്ക് തോന്നുന്നു സ്റ്റേജ് 3ലേക്കെങ്കിലും കടന്നെന്നോ. പറഞ്ഞിട്ട് കാര്യമില്ല, ഇതെല്ലാം റൂൾസ് തന്നെയാണ്. അക്കാഡമി നേരത്തെ ക്രിയേറ്റ് ചെയ്ത കാര്യമല്ലേ, നമുക്കിതനുസരിക്കാതിരിക്കാൻ പറ്റത്തില്ല. അത് തന്നെയാണ് സാർ, നമുക്ക് മറ്റു ചോയ്സ് ഒന്നുമില്ല. പക്ഷെ താങ്കൾ എന്തായാലും നന്നായിട്ട് റിവാലുവേറ്റ് ചെയ്യേണ്ടതാണ് അവരുടെ പോയിന്റ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. കാര്യം ഹയർ സെക്ഷനോട് നമ്മൾ മറുപടി പറയേണ്ടതായിട്ട് വരും. ഈ ഹയർ സെക്ഷനുള്ളവരെ പറ്റി വലിയ പ്രശ്നമൊന്നുമില്ല. അവർ ഗ്രാജുവലി ബെറ്റർ ആയാൽ ഗ്രാജുവലി സ്ട്രോങ്ങർ ആയിക്കോളും. കാര്യം അവരുടെ ഫാമിലി മാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. പക്ഷേ നമ്മുടെ ഈ ലോവർ റാങ്കിൽ സെറ്റ്സിലുള്ളവരെ പറ്റി ആലോചന നടത്താൻ എനിക്ക് ചെറിയ സങ്കടമുള്ളത്. കാര്യം അവർക്ക് ആ ഡിമോണിക് മാർബിളും നഷ്ടപ്പെട്ടു. പിന്നെ അക്കാഡമിയിലെ ആ ഒരു ലൈബ്രറിയിലേക്ക് കയറാനുള്ള ചാൻസും നഷ്ടപ്പെട്ടു. എന്തൊക്കെയായാലും ഇവ പാസ്സായ പിള്ളേരെല്ലാവരും കൂടെ എന്തായാലും ലൈബ്രറിയിലേക്ക് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് പോകുകയായിരിക്കും. പിന്നെ കാണിക്കുന്നത് അവരെല്ലാവരും ആ ഒരു മാനുവൽ ലൈബ്രറിയിലേക്ക് നടക്കുന്നതാണ്. ഇതാണല്ലേ മാനുവൽ ലൈബ്രറി. പക്ഷെ കണ്ട ഇത് മെയിൻ ഹാളിനെക്കാട്ടും വലുതായിട്ടുണ്ടല്ലോ. ഞാൻ ഇൻഫോർമലായിരുന്നപ്പോൾ ബാക്കിയുള്ള സ്റ്റുഡൻസ് എല്ലാവരും ഫസ്റ്റ് ഫ്ലോറിലേക്ക് ചെന്നിരുന്നു. സോ ബേസിക്കലി ഇവരെല്ലാം ഇനി സെക്കൻഡ് ഫ്ലോറിലേക്കായിരിക്കും പോകാൻ പോകുന്നത്. പിന്നെ കാണിക്കുന്നത് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ആണ്. അവിടെ സിയോപ്പം പറയുകയും ചെയ്യും, അടുത്തൊരു എക്സാമിനേഷൻ വരെ നീ മറ്റൊന്നിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ നിന്റെ ഡാൻസിങ് ബട്ടർഫ്ലൈ ടെക്നിക്കും അതേപോലെ ലോവർ അബ്ഡോമിനിലെ ആ ഒരു ഇന്റേണൽ പവേഴ്സിനെ പറ്റി ആലോചിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് മാത്രം നിനക്ക് എങ്ങനെ പോയാലും അടുത്ത എക്സാമിനേഷൻ ജയിക്കാനായിട്ട് സാധിക്കും. സാർ, താങ്കൾ പറയുന്നത് ഞാൻ മറ്റൊന്നും ചെയ്യേണ്ടെന്നല്ലേ? അപ്പോൾ മാനുവൽ ലൈബ്രറി അതിനെപ്പറ്റി സത്യം പറഞ്ഞാൽ നീ അവിടെ പോകേണ്ട കാര്യമൊന്നുമില്ല. നീ ഇപ്പോൾ പഠിക്കുന്നത് 4th 5th ഫ്ലോറിലുള്ള പല ടെക്നിക്സുമാണ്. അത് ഞാൻ നിന്നെ പഠിപ്പിച്ചു തരുന്നതുകൊണ്ട്. സോ ഫസ്റ്റ് ഫ്ലോറിൽ പോയില്ലെന്നും പറഞ്ഞ് നിനക്ക് വലിയ നഷ്ടമൊന്നും വരാനില്ല. അതുമല്ല, നിന്നെ ഞാനല്ലേ പഠിപ്പിക്കുന്നത്. ഞാൻ പഠിപ്പിക്കുന്ന വെച്ച് നോക്കരുത്, ആ ഫസ്റ്റ് ഫ്ലോറൊക്കെ എന്നായിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് അങ്ങനെയാണ് സിയോപ്പം സാറെങ്കിലും പറഞ്ഞത്. പക്ഷേ എൻ്റെ കൂടെ ഞാനും ഉണ്ട്. എനിക്കെന്തായാലും അവിടേക്ക് ചെന്ന് മാക്സിമം സ്കാൻ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ കാണിക്കുന്നത് ഒരു ലാമ്പ് പോയിട്ട് അവൻ ആ ലൈബ്രറിൻ്റെ അകത്തേക്ക് കയറിയതാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം ബുക്സുകൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഞാനിവിടെ ഒറ്റക്കാണെന്ന് തോന്നുന്നു. ബാക്കിയുള്ളവരെല്ലാവരും മുകളിലേക്ക് പോയിട്ടുണ്ടായിരിക്കും. എന്തായാലും ഫസ്റ്റ് ഫ്ലോറിൽ 2 മണിക്കൂർ ബാക്കിയുണ്ട്. ഞാൻ എത്ര പെട്ടെന്ന് തന്നെ ചെയ്യണം. ഞാൻ ഈ മാനുവൽസ് ഒക്കെ ഫ്ലിപ്പ് ചെയ്യുന്നതായിരിക്കും. നിനക്ക് സ്കാൻ ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ? യെസ് മാസ്റ്റർ. പിന്നെ കാണിക്കുന്നത് അവൻ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ബുക്കും എടുത്ത് ഫ്ലിപ്പ് ചെയ്യുന്നതാണ്. ഞാനോട്ടെ കറക്റ്റ് ടൈമിൽ സ്കാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ എന്തിനൊക്കെ പോലെ. അങ്ങനെ കുറേ അധികം ബുക്സ് അവൻ സ്കാൻ ചെയ്ത് കഴിഞ്ഞു. ഇനി എനിക്ക് എത്ര സമയം മിച്ചമുണ്ട്? മാസ്റ്റർ, താങ്കൾക്ക് ഇനി 1 മണിക്കൂറും കൂടെ മിച്ചമുണ്ട്. ഓ, അത്രയുണ്ടല്ലേ? അല്ല, അപ്പൊ ഞാൻ എത്ര മാനുവൽസ് സ്കാൻ ചെയ്തു? താങ്കളിപ്പോൾ 55 മാനുവൽസ് കംപ്ലീറ്റ്ലി സ്കാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അത് ഫുഡ് വർക്കിനെ പറ്റി, ബ്രീത്തിങ് ടെക്നിക്സിനെ പറ്റി, സോട്ട് ടെക്നിക്സിനെ പറ്റി, ബ്ലേഡ് ടെക്നിക്സിനെ പറ്റി, സ്പിയർ ടെക്നിക്സിനെ, പിന്നെ പോയിസണും ആർട്സും, അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ട്. അതെല്ലാം വെയിറ്റ് ചെയ്യും. ഇപ്പൊ എന്തെല്ലാം ട്രാൻസ്ഫർ ചെയ്യണ്ട, ഞാൻ പറഞ്ഞിട്ട് ചെയ്താൽ മതി. ഇനി മുന്നിലേക്ക് പോകണ്ടായോ എന്ന് പറഞ്ഞ് അവൻ നേരെ നടന്നപ്പോഴാണ്
പെട്ടെന്ന് ആ ഒരു കാഴ്ച അവൻ കണ്ടത് അതാട്ടെ ഒരു വലിയൊരു പില്ലറായിരുന്നു. അദ്ദേഹത്തിനെ കണ്ടിട്ട് ശരിക്കും ഒരു ഹയർ ആയുള്ള ഒരു വാരിയറിനെ പോലെയുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹം എനിക്ക് ഈ ഫ്ലോർ പ്രൊട്ടക്ട് ചെയ്യുന്നത്. പക്ഷേ ഇത്രയും വലിയ ഹെഡ് സ്റ്റോൺ അതെന്താണ് ഈ ലൈബ്രറി നടക്കുക ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവൻ നടന്നപ്പോഴാണ് പെട്ടെന്ന് ആ ഒരു ഗാർഡ് കണ്ണ് തുറന്ന് നോക്കിയത്. അപ്പോഴാട്ടെ നമ്മുടെ ഇയോന്റെ നെഞ്ചത്തുള്ള ആ ഒരു ബാഡ്ജ് കാണുകയും ചെയ്യും. അതായത് ഹോൾനെസിന്റെ ബ്ലഡുള്ള എല്ലാവർക്കും റെഡ് ബാഡ്ജാണ് കൊടുക്കുന്നത്. ആ ഒരു ബാഡ്ജ് അവൻ ശ്രദ്ധിക്കുകയും ചെയ്യും. എന്നിട്ട് അവൻ പറയുകയും ചെയ്യും, ഈ പുറകിലിരിക്കുന്ന കള്ളെന്ന് പറയുന്നത് നമ്മുടെ കൾട്ടിന്റെ ഫൗണ്ടറായുള്ള നമ്മുടെ പഴയ ഡിമോണിക് ലോഡ് മാറ്റിവെച്ചതാണ്. നമ്മുടെ ഡിമോണിക് ലോഡോ? അതെ, ഈ സാഫയർ സ്റ്റോണിലേക്ക് അദ്ദേഹം എഴുതിയതാണ് ഈ കാണുന്നത്. അതേ എഴുതിയിരുന്നോ? ഇത് കണ്ടിട്ട് എന്തോ പോയിംസ് പോലും ഉണ്ടല്ലോ. അല്ല, അതേ എഴുതിയിരുന്നോ തന്റെ വിരലുകൾ കൊണ്ട്? നീ ശരിക്കും ഞെട്ടിയല്ലേ? ഇന്റേണൽ പവേഴ്സ് സ്റ്റേഡിയുള്ള ബ്ലേഡ് ആക്കാൻ പലർക്കും സാധിക്കുമായിരിക്കും. പക്ഷേ അത് കംപ്ലീറ്റ്ലി യൂസ് ചെയ്തുകൊണ്ട് ഒരു സാഫ്രൻ സ്റ്റോണിൽ സ്ക്രാച്ച് ഇടുന്നത് അത് നിയർലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മുടെ ഡിമോണിക് ലോഡ് പുള്ളിക്കാരൻ്റെ പവേഴ്സ് എല്ലാം നമ്മുടെ കൈകളിലേക്ക് ചാനൽ ചെയ്തുകൊണ്ട് ഇത് എഴുതിയത്. മിക്ക കുട്ടികളും ഇവിടെയുള്ള മാനുവൽസ് മാത്രമേ വായിക്കാറുള്ളൂ. ഇവിടെ ഒന്നും ഇതൊക്കെ നോക്കത്ത് പോലും ഇല്ല. പക്ഷേ നിനക്ക് അതിന്റെ ഗ്രേറ്റ്നെസ് മനസ്സിലായെന്ന് എനിക്ക് തോന്നി. നിന്റെ ഉള്ളിൽ ഹോൾനെസിന്റെ ബ്ലഡ് ഉണ്ടല്ലേ? സത്യം പറഞ്ഞാൽ ഞാനിത് മൈൻഡ് ചെയ്താൽ പോകേണ്ടതായിരുന്നു. അത് നാച്ചുറലാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാനിവിടെ ഗാർഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പോയം നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് എഴുതി വെച്ചാണെങ്കിൽ കൂടിയും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഡിമോണിക് ബ്ലഡ് ലൈനിലെ ഒരാൾ പോലും ഇവിടെ വന്ന് നേരെ ചൊവ്വേ ഇത് വായിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഒത്തിരിയധികം സമയം ഞാൻ നിന്റെ വാക്കുകൾ നടത്തു. നീ എന്തായാലും പോയി ബാക്കിയുള്ള പരിപാടി നോക്കിയോളൂ. എസ് ആർ എന്ന് പറഞ്ഞിട്ട് അവൻ നേരെ തിരിഞ്ഞ് പോകാനായിട്ട് പോകും. അല്ല, പെട്ടെന്നാണ് അവൻ ആ ഒരു കാഴ്ച കണ്ടത്. ആ ഒരു സ്റ്റോവിന്റെ പുറകിലാട്ടെ കുറേയധികം പാടുകൾ എന്തൊക്കെ വരഞ്ഞു പൊറിഞ്ഞിട്ടിരിക്കുന്നു. ഇത് കണ്ടിട്ട് എന്തോ കവറപ്പാക്കാൻ നോക്കിയ പോലെ ഉണ്ടല്ലോ. ഞാനോ നിനക്ക് ഈ മാർക്സ് ഒക്കെ അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുമോ? അനലൈസിങ് സ്റ്റോൺ സർഫേസ് അനലൈസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് മാസ്റ്റർ. എനിക്ക് മനസ്സിലാക്കിയ കാര്യം വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഒരു ഷാർപ്പുള്ള സോഡ് യൂസ് ചെയ്ത് വരച്ചതാണ്. ഇതെല്ലാം ഒരു സോഡ് യൂസ് ചെയ്തോ? അല്ല, ആരായിരിക്കും ഡിമോണിക് ലോഡിന്റെ ഹെഡ് സ്റ്റോണിലേക്ക് ഈ ഒരു പരിപാടി ചെയ്തത്? അത് മാത്രമല്ല, ഡീറ്റെയിൽ ഉള്ള അനലൈസിൽ നിന്ന് എനിക്ക് മറ്റൊരു കാര്യം കൂടെ മനസ്സിലായി. ഇത് ഒരാളുടെ അല്ല, പകരം 2 പേരുടെയാണ്. 2 ഡിഫറെന്റ് ഉള്ള ആൾക്കാരുടെയോ? സത്യമാണ്, ചുമ്മാ ഒറ്റ നോട്ടത്തിൽ ഇത് 2 പേരുടെയെന്ന് പറയത്ത് പോലുമില്ല. ഞാനുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് മനസ്സിലായത്. ഞാനോ നിനക്കിത് 3 ഡയമെൻഷനിലാക്കി എനിക്ക് അജുവിനെ റിയാലിറ്റി ആയിട്ട് കാണിച്ചു തരാൻ പറ്റുമോ? എനിക്കപ്പോൾ നന്നായിട്ട് മനസ്സിലാകുമല്ലോ. അടുത്ത സെക്കൻഡിൽ തന്നെ ഞാനോ അത് ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് അവൻ ക്ലിയർലി കാര്യങ്ങളൊക്കെ മനസ്സിലാകാനായിട്ട് തുടങ്ങിയത്. ശരിയാണ്, ഇത് ഒറ്റ നോട്ടത്തിൽ 2 പേരെയാണെന്ന് ഒരിക്കലും പറയത്ത് പോലുമില്ല. അല്ല, ഇത് കണ്ടിട്ട് രണ്ടാമത്തെ ആൾ ശരിക്കും മെസ്സിയായിട്ടാണല്ലോ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വേർഷനെക്കാളും ശരിക്കും മെസ്സിയായിട്ടാണ് രണ്ടാമത്തെ ആൾ ചെയ്തിട്ടുള്ളത്. ഇത് എന്തെങ്കിലും ഹൈഡ് ചെയ്യാനായിട്ടാണോ? അല്ല, ഞാനോ നിനക്കൊരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇത് ഓരോ മാർക്സും ആരുടേതാണെന്ന് നിനക്ക് വേർതിരിക്കാനായിട്ട് പറ്റുമോ? ആൻഡ് രണ്ടാമത്തെ ആളുടെ കംപ്ലീറ്റ്ലി മാർക്സ് ഇറേസ് ചെയ്തുകൊണ്ട് ഒറിജിനൽ മാർക്സ് മാത്രം നീ എന്നെ കാണിച്ചാൽ മതി. തീർച്ചയായും മാസ്റ്റർ പറഞ്ഞിട്ട് കംപ്ലീറ്റ്ലി അവനത് സ്കാൻ ചെയ്ത് സെറ്റാക്കി കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇത് കണ്ട ഇയോൺ കംപ്ലീറ്റ്ലി ഞെട്ടി തിരിച്ചുപോയി. കാര്യം അവൻ്റെ ഒരു സത്യം മനസ്സിലായി. ഇത് റാൻഡമുള്ള സ്ലാഷസ് ഒന്നുമല്ല. ഈ മാർക്സ് എല്ലാം കംപ്ലീറ്റ്ലി ഇൻറ്റൻഷനലാണ്. ആൻഡ് അത് കൂടാതെ ഇതെല്ലാം ഒരു കോഡിഫൈഡ് ആയുള്ള സോഡ് ഫൈറ്റിംഗ് ഫോമാണ്. പക്ഷേ ഈ സ്ലാഷസ് മാത്രം കണ്ടിട്ട് ഇത് എന്ത് തരത്തിലുള്ള ഫോമാണെന്ന് എനിക്ക് മനസ്സിലാകത്തില്ല. എനിക്ക് തോന്നുന്നു മാർഷൽ ആർട്സിന്റെ നോളജ് എനിക്ക് ഇനി കുറേയധികം കിട്ടാനുണ്ട്. ഞാനോ നിനക്ക് ഈ കോഡിഫൈഡ് ഉള്ള സോഡ് ഫൈറ്റിംഗ് ഫോം റീക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ ഈ ഒരു സോഡ് മാർക്ക് യൂസ് ചെയ്തുകൊണ്ട്? അതെ, അത് പോസിബിൾ ആണ്. പക്ഷേ അതിനു മുമ്പ് തന്നെ ഇതിന്റെ ഹാർഡ്നെസ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മെഷർ ചെയ്യണമെന്നുണ്ട്. മെഷർ ചെയ്യണോ? ഹാർഡ്നെസ്സോ? അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? അല്ല, നീ ബാക്കിയുള്ള മാനുവൽസ് നോക്കാനായിട്ട് പോയില്ലേ? അതിനെപ്പറ്റി. അപ്പൊ നീ നിന്റെ ബാക്ക് സൈഡും ഡിസ്കവർ ചെയ്തല്ലേ? ഇത് കംപ്ലീറ്റ്ലി മെസ്സി ആണല്ലേ? റൂമേഴ്സ് ഒക്കെ പറയുന്നത് നമ്മുടെ ഡിമോണിക് ലോഡ് ലെഫ്റ്റ് സൈഡുള്ള ഒരു സോഡ് ടെക്നിക്കുള്ള വിസ്റ്റം ആയിരുന്നു ഇത്. നമ്മുടെ ഡിമോണിക് ലോഡ്? അതെ, പക്ഷെ ആരാണ് ഈ സ്റ്റോൺ ഇങ്ങനെ കംപ്ലീറ്റ്ലി മെസ്സി ആക്കി മാറ്റിയെന്ന് ഇതുവരെ എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ നമ്മുടെ ഡിമോണിക് ലോഡിന്റെ ആ ഒരു വിസ്റ്റം ഒക്കെ പുറത്തു വരാതിരിക്കാനുള്ള ഒരു അപ്റ്റന്റ് ആയിരിക്കും. പക്ഷേ ഇതെന്തായാലും റാൻഡം അല്ല, സ്ലാഷസ് അല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇതെന്തായാലും മറക്കാനായിട്ട് തന്നെ ചെയ്തതായിരിക്കുമോ? എനിക്ക് എന്തായാലും പെട്രോളിങ്ങിന് ടൈമായി, ഞാൻ എന്തായാലും പോകുവാണ്. നീ ബാക്കിയുള്ളത് പെട്ടെന്ന് നോക്കാൻ നോക്ക്. കറക്റ്റ് സമയത്ത് തന്നെ ഗാർഡ് പോവുകയും ചെയ്തു. മാസ്റ്റർ, താങ്കളുടെ കൈ അവിടെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സാഫ്രൻ സ്റ്റോണിന്റെ ഹാർഡ്നെസ് ഒക്കെ അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കൂ. അങ്ങനെയാണോ? അടുത്ത സെക്കൻഡ് തന്നെ അവൻ അവന്റെ കൈ വെക്കുകയും ചെയ്യും. ആ ഒരു സ്റ്റോൺ ആട്ടെ കംപ്ലീറ്റ്ലി അവൻ സ്കാൻ ചെയ്യുന്നതുകൊണ്ട് ഹാർഡ്നെസ് അനാലിസിസ് കംപ്ലീറ്റ്ലി സ്കാൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഡയമണ്ട് എന്ന രീതിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഡയമണ്ടിന്റെ ഹാർഡ്നെസ് 10 ആണെങ്കിൽ ഇതിന്റെ ഹാർഡ്നെസ് ലെവൽ 7 ആണ്. അപ്പൊ അത്യാവശ്യം കട്ടിയുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ആൾ ഇതെങ്ങനെയാണ് ഇത്രയും കട്ടിയുള്ള സ്റ്റോൺ ഈ മാർക്സ് ഒക്കെ വരുത്തിയത്? എന്റെ അനാലിസിസും സോഡ് മാർക്സും ഹാർഡ്നെസ് ഒക്കെ വെച്ചുകൊണ്ട് ഞാൻ ഒരു വിഷ്വൽ റെഫറൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു സാധനം അവിടെ ക്രിയേറ്റ് ചെയ്തു. ഇത് കണ്ടപ്പോൾ അവനും കംപ്ലീറ്റ്ലി ഞെട്ടി. അല്ല നീ മാസ്റ്റർ, അവന് സംസാരിക്കാൻ കഴിയത്തില്ല.
ഓ നീ അപ്പോൾ ഇടക്കിട്ട് പറയാൻ തുടങ്ങിയല്ലേ. ഇനിഷ്യേറ്റിംഗ് റീക്രിയേഷൻ ഓഫ് സോഡ് മാർക്സ് എന്ന് പറയുന്ന അടുത്ത സെക്കൻഡിലാണ് അത് അവനോട് സംഭവിച്ചത്. ആ ഒരു അവതാരമായിട്ട് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം അവനെ ശരിക്കും ഞെട്ടിച്ചു കഴിഞ്ഞു. കാര്യം അത്രത്തോളം പവർഫുൾ ആയ രീതിയിലാണ് ആ ഒരു അവതാർ തന്നെ അവിടെ അറ്റാക്ക് ചെയ്യുന്നത്. ഞാനോ ഇത് വെറും ഒരു കോഡിഫൈഡുള്ള സോഡ് ഫൈറ്റിംഗ് ഫോം അല്ലേ? താങ്കൾ പറഞ്ഞത് എന്തുകൊണ്ടും ശരി തന്നെയാണ് മാസ്റ്റർ. ഇത് ഒരു കോഡിഫൈഡിംഗ് ഉള്ള സോഡ് ഫൈറ്റിംഗ് ഫോമാണ്. ബട്ടർഫ്ലൈ ടെക്നിക്ക് തന്നെ എന്ത് പത്രം പാടാന്ന് എനിക്കറിയാമായിരുന്നു. കാര്യം അതിന് 8 ടെക്നിക്സാണ് ഉണ്ടായിരുന്നത്. സാർ സിയോപ്പങ് തന്നെ ഏകദേശം 1/2 വർഷം എടുത്തിട്ടാണ് അത് കംപ്ലീറ്റ്ലി പഠിച്ചത്. പക്ഷേ അത് വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്ത് ഇത് മറ്റേതോ ലെവൽ തന്നെയാണ്. ഇതിന്റെ പവേഴ്സ് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ലൈബ്രറിയുടെ ഫസ്റ്റ് ഫ്ലോറിൽ വെച്ച് തന്നെ ഇത്തരം ഗോൾഡനുള്ള ഫൈൻഡ് ഞാൻ കണ്ടുപിടിക്കുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാനോ ഇത് കംപ്ലീറ്റ്ലി സേവ് ചെയ്ത് വെച്ചോളൂ. ഞാൻ ഇത് പിന്നെ എൻ്റെ ബ്രെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. യെസ് മാസ്റ്റർ. ഇത് കംപ്ലീറ്റ്ലി മെസ്സിയായിട്ട് കിടന്നുകൊണ്ട് തന്നെ ഞാൻ വാല്യൂബിൾ ഉള്ള പല ഇൻഫർമേഷനും ഇവിടുന്ന് മിസ്സാക്കേണ്ടതായിരുന്നു. പക്ഷേ ആരായിരിക്കും മനഃപൂർവ്വം ഇതൊക്കെ ചെയ്തിട്ടുള്ളത്? പക്ഷേ ആര് ചെയ്താലും അത് ചെയ്തുകൊണ്ട് മാത്രമാണല്ലോ എനിക്കിത് പഠിക്കാനായിട്ട് പറ്റിയത്. സോ അവർക്ക് ഞാൻ നന്ദി പറയേണ്ടതല്ലേ. മാസ്റ്റർ ബാക്കിയുള്ള കാര്യങ്ങളുടെ അനലൈസ് ചെയ്യുന്നതുകൊണ്ട് ഒബ്ജക്റ്റ് ഇറേസ് ചെയ്യുന്നു. മാസ്റ്റർ എനിക്കൊരു കാര്യം കൂടെ മനസ്സിലായി. ഇതിൻ്റെ അകത്ത് ഏകദേശം 45 ഡിഫറൻ്റ് ഉള്ള സോഡ് ഫൈറ്റിംഗ് ഫോംസ് ഉണ്ട്. നീ എന്താണ് പറഞ്ഞത്? അതെ, ട്രേസസ് വെച്ച് നോക്കാൻ നേരത്ത് 45 കോഡിഫൈഡുള്ള സോഡ് ഫൈറ്റിംഗ് ഫോംസ് ആണ് ഈ സ്റ്റോണിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഹൈഡ് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് അല്ലായിരുന്നു ഈ ഒറിജിനൽ മാർക്സ് എന്ന് പറയുന്നത്. അതെല്ലാം തന്നെ ഓരോ കോഡിഫൈഡിങ് സോഡ് ഫൈറ്റിംഗ് ഫോംസ് ആണ്. ഞാനോ നിനക്ക് ഈ കാണുന്ന എല്ലാ ഫോംസും റീക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ? 45 എണ്ണം. തീർച്ചയായും മാസ്റ്റർ. ഇതാണ് ആദ്യത്തെ കോഡിഫൈങ് ഉള്ള സോഡ് ഫൈറ്റിംഗ് ഫോം. ഇത് രണ്ടാമത്തേത്, ഇത് മൂന്നാമത്തേത്, 10ാമത്തേത്, 15ാമത്തേത്, 20ാമത്തേത് പറഞ്ഞുകൊണ്ട് കുറേ അധികം കാണിക്കുന്നുണ്ട്. ഇതെല്ലാം പതുക്കെ വീണ്ടും പോളിഷ് ആയിക്കൊണ്ടിരിക്കുവാണല്ലോ. വിഷ്വൽ റെഫറൻസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഞാനോ എനിക്കൊരു കാര്യം കാണാൻ സാധിക്കുമോ? എനിക്ക് ആദ്യത്തെ കോഡിഫൈങ് ഉള്ള ഫൈറ്റിംഗ് ഫോമും 45ാമത്തെ കോഡിഫൈ ഉള്ള ഫൈറ്റിംഗ് ഫോമും തമ്മിൽ ഒരു ബാറ്റിൽ പോലെ നിനക്കത് റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായും പോസിബിൾ ആണെന്ന് പറഞ്ഞിട്ട് ഇത്തവണ 2 അവതാറിനെ ഞാനോ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് പറയും ചെയ്യും ഇനിഷ്യേറ്റിംഗ് ബാറ്റിൽ മോഡ് വിഷ്വൽ റെഫറൻസ്. അടുത്ത സെക്കൻഡ് തന്നെ അവർ തമ്മിലുള്ള ആ ഒരു ബാറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അവൻ ശരിക്കും ഞെട്ടിത്തെറിച്ചു പോയി. കാര്യം നിസ്സാര സമയം കൊണ്ട് തന്നെ ആ പച്ച അവതാർ മഞ്ഞ അവതാറിന്റെ തല അറുത്തു മാറ്റിയിരുന്നു. ഇതെങ്ങനെയാണ്? 2ാമത്തെ ഫോം വളരെ എളുപ്പത്തിൽ തന്നെ ഫസ്റ്റ് ഫോമിനെ ഡിഫീറ്റ് ചെയ്തിരുന്നു. ഞാൻ വിചാരിച്ചത് ഫസ്റ്റ് ഫോം തന്നെ പെർഫെക്റ്റ് ആണെന്നാണ്. പക്ഷേ 2ാമത്തെ ടെക്നിക്ക് അത് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണല്ലോ. സോ ഈ മാർക്സ് ഒക്കെ ഒറിജിനൽ ഫോം ഇറേസ് ചെയ്യാനായിട്ടല്ലായിരുന്നു, പകരം ഇത് ഒരു ഫൈറ്റിംഗ് അല്ല ടെക്നിക് തന്നെയാണ്. ഓരോ സ്ലാഷസും ഓരോ പ്രൂഫാണ്. പിന്നെ കാണിക്കുന്നത് അവിടെ ഉണ്ടെന്ന ഗാനെടുക്കെ അവൻ ചോദിക്കുന്നതാണ്, സാർ എനിക്കൊരു ചോദ്യമുണ്ട്. ഈ ഒരു സാഫ്രൻ സ്റ്റോൺ ഇവിടെ മാത്രമേ ഉള്ളൂ അതോ എല്ലാ ഫ്ലോറിലും ഉണ്ടോ? സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഞാൻ കേട്ടിട്ടുള്ളത് ഇത് എല്ലാ ഫ്ലോറിലും ഓരോന്നും ചുണ്ടെന്നാണ്. അതിനർത്ഥം സെക്കൻഡ് ഫ്ലോറിലും ഒരെണ്ണം ഉണ്ടെന്നല്ലേ? ഞാനോ റെഡി ആയിക്കോ. പിന്നെ കാണുന്നത് മാനുവൽ ലൈബ്രറിയാണ് 2nd ഫ്ലോറിലേക്ക്. അവിടെ കുറേ അധികം പേരിരിപ്പുണ്ടായിരുന്നു. ഈ സമയത്ത് ഞാനോ അവിടേക്ക് വരികയും ചെയ്യും. പലരും ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. അവരെല്ലാവരും ഇതിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും 1 മണിക്കൂറും കൂടെ എനിക്ക് ബാക്കിയായിട്ടുണ്ട്. അല്ല അത് യു ചാൻ ജിയോണല്ലേ സേബർ സെക്ടറിൽ നിന്ന്. ബാക്കിയുള്ള യങ് മാസ്റ്റേഴ്സിനെ പോലെ അവന് മൈൻഡ് പ്രീസിനോടിനെ ബാറ്റിൽ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ അവനെ സൂക്ഷിക്കണം. അവനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ലോവർ ലെവലുള്ള മാർഷൽ ആർട്സ് ഒക്കെയാണ്. അതിനർത്ഥം അവൻ ശരിക്കും ഡേഞ്ചറസ് ആയിട്ടായിരിക്കും. ഞാൻ എന്തായാലും അവൻ്റെ ഭാഗത്ത് എക്സ്ട്രാ കെയർഫുൾ ആയിരിക്കണം. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അവൻ വീണ്ടും 2nd ഫ്ലോറിലെ ആ ഒരു സാഫൻ സ്റ്റോണിലേക്ക് എത്തിയതാണ്. അവസാനം ഞാൻ വിചാരിച്ച പോലെ തന്നെ നടന്നു. എനിക്കറിയാമായിരുന്നു ഇതിന്റെ പുറകിലും കംപ്ലീറ്റ്ലി മാർക്സ് ആണ്. ഞാനോ ഫസ്റ്റ് ഫ്ലോറിലെ പോലെ തന്നെ ഇവിടെ കംപ്ലീറ്റ്ലി അനാലിസ് ചെയ്തോളൂ. യെസ് മാസ്റ്റർ. ഫസ്റ്റ് ഫ്ലോറിലെ സാഫൈൻ സ്റ്റോൺ വെച്ച് നോക്കാത്ത ഇവിടെയുള്ള മാർക്സിന് ശരിക്കും സിമിലാരിറ്റി ഉണ്ട്. പക്ഷേ ഇവിടെ ഡിഫറൻ്റ് ആയുള്ള ഒരു ഫോമാണ്. ഇവിടെ 24 സോഡ് ഫൈറ്റിംഗ് കോഡിഫൈ ഉള്ള ഫോം ആണ് കാണാൻ സാധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ 56 ഡിഫറൻ്റ് ആയുള്ള സോഡ് ഫൈറ്റിംഗ് കോഡിഫൈ ഉള്ള ഫോം വെച്ചുകൊണ്ടാണ് ഇത് മറിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഫോമിനെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് വീണ്ടും അത് റിസർച്ച് ചെയ്തുകൊണ്ടാണ് ഓരോ ഫോമാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതെന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. എനിക്കിത് ഇവിടെ വെച്ച് തന്നെ ചെക്ക് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇവിടെ ഒത്തിരി ആൾക്കാരുള്ള കാരണം എനിക്കിത് നടക്കത്തില്ല. ഞാനോ നീ കംപ്ലീറ്റ്ലി സോഡ് ഫൈറ്റിംഗ് ഫോംസ് സേവ് ചെയ്ത് വെച്ചോളൂ. നമുക്ക് എന്തായാലും പിന്നെ നോക്കാം. യെസ് മാസ്റ്റർ. എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എനിക്ക് ഇൻവാല്യുബിൾ ആയുള്ള കുറച്ചധികം ഫൈറ്റിംഗ് ഫോംസ് ആണ് ഇവിടെ നിന്ന് കേട്ടിട്ടുള്ളത്. ഇതെല്ലാം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി എനിക്ക് കാത്തിരിക്കാനും മേല. ഞാനോ സ്കാൻ തുടങ്ങിക്കോളൂ. പിന്നെ കാണിക്കുന്നത് അവിടെയുള്ള എല്ലാവരും കംപ്ലീറ്റ്ലി ഇറിറ്റേറ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. കാര്യം അവരെല്ലാവരും ഞെട്ടിത്തെറിച്ചു പോയി. നമ്മുടെ ഇവനാട്ടെ അവിടെ ഉണ്ടായിരുന്ന ബുക്സൊക്കെ ഇന്ന് മറിച്ച് നോക്കുന്നത് മാത്രമേ ഉള്ളൂ. അവർ പറയും ചെയ്യും ഇവനിത് എന്ത് കാണിക്കുന്നു, ചുമ്മാ മറിച്ച് നോക്കുന്നോ? ഇവൻ സമയം കളാൻ മറ്റു മാർഗ്ഗമൊന്നുമില്ലേ? ഇവൻ എന്ത് മമ്മർസാക്കാനായിട്ടാണ് ഈ മറിച്ച് നോക്കുന്നത്? എന്നാൽ അതേ സമയത്ത് നമ്മുടെ ഇവനാട്ടെ അത് കംപ്ലീറ്റ്ലി സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കാൻ കംപ്ലീറ്റഡ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.